പെർമിയബിലിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതിന് രണ്ട് മെത്തേഡ്സ് ആണ് സോയിലിൻ്റെ പെർമിയബിലിറ്റി മെഷർ ചെയ്യാൻ. കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡും വേരിയബിൾ ഹെഡ് മെത്തേഡും. ആ രണ്ട് ഇക്വേഷൻസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഒരു പ്രോബ്ലം ഷുവറാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി. ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പെർമിയബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതാണ് ഉദ്ദേശിക്കുക. അതിന് ഈ എക്സ്പ്രഷൻ കാണാതെ പഠിക്കുക. സി ഗാമ ഡബ്ല്യു ബൈ മ്യൂ ഇ ക്യൂബ് ബൈ 1 + e d². ആ പറഞ്ഞിരിക്കുന്ന ഓരോ ടേംസും ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി എന്ന് പറയാം. കെ എന്ന് പറഞ്ഞാൽ അറിയാം കോഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ആണ്. ദെൻ എന്താണ് മ്യൂ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി ഓഫ് വാട്ടർ, ഇ എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ വോയിഡ് റേഷ്യോ, ഡി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ്, ഏത് സോയിലിലൂടെയാണ് പോണേ ആ സോയിലിലെ പാർട്ടിക്കിൾ സൈസ്, സി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് റിലേറ്റഡ് ടു ഷേപ്പ് ഓഫ് ദി പാർട്ടിക്കിൾ. ഇത്രയും ഫാക്ടേഴ്സ് ആണ് പെർമിയബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഓരോന്നും എന്താണെന്നാണ് ഡീറ്റെയിലി പറയാം. ആദ്യത്തെയാണ് പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പം കെ പ്രൊപ്പോർഷണൽ ടു d² ആണ്. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി പാർട്ടിക്കിൾ സൈസ് ആണ്. അപ്പം പാർട്ടിക്കിൾ സൈസ് വലുതാകും തോറും എന്ത് ചെയ്യും? പെർമിയബിലിറ്റി ഡബിൾ ആവും അല്ലെങ്കിൽ സ്ക്വയർ ആവുകയാണ് ചെയ്യുന്നത്. അതായത് കോഴ്സ് ഗ്രെയിൻഡിനേക്കാളും ഫൈൻ ഗ്രെയിൻഡിനേക്കാളും കൂടുതലായിരിക്കും എന്ത് കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസിന് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറേ സോയിലിൻ്റെ അറേഞ്ച്മെൻറ്റ് പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു. അപ്പം ആ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പെർമിയബിലിറ്റി എന്നാണ് പറയണത്. അപ്പം സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റും ഈ പെർമിയബിലിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പം നമുക്ക് കുറേ സ്ട്രക്ചർ പഠിച്ചു. ഫ്ലോക്കുലേറ്റഡ്, ഡിസ്പേഴ്സ്ഡ്, ഹണി കോംബ്, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ പെർമിയബിലിറ്റി ഉള്ളത് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിനായിരിക്കും. ഡിസ്പേഴ്സ്ഡിനേക്കാളും ഫ്ലോക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനായിരിക്കും പെർമിയബിലിറ്റി കൂടുതൽ. അതുപോലെ തന്നെ സോയിൽ സ്ട്രാറ്റിഫൈഡ് ആണെങ്കിൽ, അതായത് ഓരോ ലെയർ ബൈ ലെയർ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോയിലാണ് എങ്കിൽ അതിനും എന്താണ് പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. അതാണ് സ്ട്രക്ചർ ഓഫ് ദി സോയിൽ മാസിൽ പറയാം. അടുത്താണ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. രണ്ട് ടേംസ് ആണ് ആ ഇക്വേഷനിൽ പ്രോപ്പർട്ടി ഓഫ് വാട്ടറിലുള്ളത്. ഒന്ന് ഗാമ ഡബ്ല്യു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, അടുത്തതാണ് വിസ്കോസിറ്റി. അപ്പം യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറിന് പ്രൊപ്പോർഷണലും വിസ്കോസിറ്റി ഓഫ് വാട്ടറിന് എന്താണ് ഇൻവേഴ്സണലി പ്രൊപ്പോർഷണലുമാണ്. അങ്ങനെയാണ് പെർമിയബിലിറ്റി റിലേറ്റ് ചെയ്യുന്നത്. കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ. ദെൻ അടുത്തതാണ് ഇംപ്യൂരിറ്റീസ്. നമുക്കറിയാം എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ വാട്ടറിൻ്റെ ഫ്ലോയെ അത് പെർമിറ്റ് ചെയ്യില്ല. അപ്പം വോയിഡ് റേഷ്യോ എന്ത് പറയും? കുറഞ്ഞു പോകും. അങ്ങനെ വന്നു കഴിയുമ്പം ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇനി ഫോറിൻ പാർട്ടിക്കിൾസ് വാട്ടറിലുണ്ട് എങ്കിൽ ആ ഫ്ലോനെ തടഞ്ഞു നിർത്തും. എന്തുകൊണ്ടാണ് തടയണേ? വോയിഡ് റേഷ്യോ, അതായത് വോയിഡ്സ് എല്ലാം ഈ ഫോറിൻ പാർട്ടിക്കിൾ വെച്ച് ഫില്ലായി വാട്ടറിനെ കടത്തി വിടില്ലാത്തൊരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് അതിന് ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പെർമിയബിലിറ്റി റെഡ്യൂസ്ഡ് ആവും. അടുത്താണ് ഷേപ്പ്. നമുക്ക് ഒരു സോയിൽ മാസ് ഉണ്ടെങ്കിൽ ആ സോയിൽ മാസിലെ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഷേപ്പ്. ഇനി ആംഗുലാർ ഷേപ്പ് നോക്കിക്കഴിയുമ്പം റൗണ്ടഡിനേക്കാളും സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പം ആംഗുലാർ പാർട്ടിക്കിൾ ആണ് എങ്കിൽ പെർമിയബിലിറ്റി എങ്ങനെയായിരിക്കും? സർഫസ് ഏരിയ കൂടുമ്പോൾ എന്താണ് ഈ ഓരോ പാർട്ടിക്കിൾസും തമ്മിൽ അടുത്തിരിക്കുമ്പോൾ വോയിഡ് റേഷ്യോ വളരെ കുറവായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം ആംഗുലാർ പാർട്ടിക്കിൾസ് ആണ് കൂടുതലെങ്കിൽ ആ ടൈപ്പ് ഓഫ് സോയിൽ എന്താണ് ലെസ് പെർമിയബിൾ ആയിരിക്കും. ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സ്പെസിഫിക് ഏരിയ ആയിട്ട്. ദെൻ അടുത്താണ് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇ ക്യൂ ബൈ 1 + e. ഈ ഒരു റിലേഷനിലൂടെ ആയിരിക്കും പെർമിയബിലിറ്റി റിലേറ്റ് ചെയ്യുക. ദെൻ അടുത്തതാണ് വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വോയിഡ്സ് എല്ലാം ഫുള്ളി വാട്ടർ വെച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ദെൻ അപ്പം അങ്ങനെ പെർമിയബിലിറ്റി സാച്ചുറേഷൻ കൂടുതലാണ് എങ്കിൽ എന്താണ് permeability of a partially saturated soil is less than fully saturated due to presence of air water. Partially saturated നേക്കാളും കുറവായിരിക്കും എന്ത് fully saturated നേക്കാളും less than ആയിരിക്കും എന്ത്
പെർമിയബിലിറ്റി പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിൽ. കാരണം എന്താണ്, അതിനകത്ത് എയർ വോയിഡ്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഫുള്ളി സാച്ചുറേറ്റിനേക്കാളും കുറവായിരിക്കും പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയില് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അടുത്തതാണ് അഡ്സോർബ്ഡ് വാട്ടർ. അഡ്സോർബ്ഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾസിൻ്റെ, അതായത് സോയിലിൻ്റെ സർഫസിൽ പറ്റി പിടിച്ചിരിക്കുന്ന വാട്ടറാണ് അഡ്സോർബ്ഡ് വാട്ടർ. അപ്പം നമ്മൾ ഒരു ഫൈൻ ഗ്രെയിൻ സോയിൽ എടുത്താൽ അതിനകത്ത് എന്താണ്, അബ്സോർബ്ഡ് വാട്ടർ ഉണ്ടെങ്കിൽ, അതായത് ആ സോയിൽ പാർട്ടിക്കിളിൻ്റെ സർഫസിൽ വാട്ടർ കൂടുതലായിട്ട് അഡ്ഹിയർ ചെയ്തിരിപ്പുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഇടയിലുള്ള പോർസ് കുറവായിരിക്കും. അതായത് ഈ സർഫസിലൂടെ വാട്ടർ വന്ന് ഇങ്ങനെ അഡ്ഹിയർ ചെയ്തിരിക്കും തോറും ആ സോയിലിൻ്റെ ഇടയിലുള്ള പോറ് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ വോയിഡ്സ് ആ വാട്ടർ കൊണ്ട്, അഡ്സോർബ്ഡ് വാട്ടർ കൊണ്ട് ഫില്ലായി പോകും. അതുകൊണ്ട് എന്താണ്, പെർമിയബിലിറ്റി ഓഫ് ദ സോയിൽ റെഡ്യൂസ് ചെയ്യും. അതാണ് അഡ്സോർബ്ഡ് വാട്ടർ. ഇത്രയും ടേംസ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും. ഓക്കെ, ഇനി നമുക്കുള്ളത് പെർമിയബിലിറ്റി കാണാൻ നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചു. ഒന്ന് കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് ആണെങ്കിൽ, ഒന്ന് വേരിയബിൾ ഹെഡ് മെത്തേഡ് ആണെങ്കിൽ. ഇനി നമ്മൾ പറയണത് ഇങ്ങനെ ഡിഫറെൻറ്റ് ലെയർ, അതായത് നമ്മളൊരു സോയിൽ മാസ് എടുത്താൽ അതിനെ പല പല ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സോയിലിൽ എങ്ങനെയാണ് നമ്മൾ പെർമിയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് ആവറേജ് പെർമിയബിലിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതിൽ ആദ്യത്തെ കേസാണ് ഫ്ലോ പാരലൽ ടു ദി പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ഇതാണ് ഒരു സോയിൽ മാസാണ്. ഓക്കെ, ഈ സോയിൽ മാസിന് 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. H1 എന്ന് പറഞ്ഞ ഹൈറ്റിൽ, H2 എന്ന് പറഞ്ഞ ഹൈറ്റിൽ അടുത്ത ലെയർ, H3 എന്ന് പറയുന്ന അടുത്ത ലെയർ, അങ്ങനെ മൊത്തം 3 ലെയർ. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ആ സോയിലിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ H ആണ്. ഇനി നോക്കുക, ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫ്ലോ പാരലൽ ടു ദി പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് ഈ സോയിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോ ലെയറിനും പാരലൽ ആയിട്ടാണ് ഫ്ലോ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓരോ ലെയർ നോക്കിക്കഴിഞ്ഞാൽ ആ ഓരോ ലെയറിലും എന്താണ്, ഫ്ലോ ഓഫ് വാട്ടർ ആ ലെയറിന് പാരലൽ ആണ്. അങ്ങനത്തെ കേസാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം ഓരോ ലെയറിലും പാരലൽ ആയിട്ടാണ് ഫ്ലോ. അതായത് അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ ലെയറിലും കൂടെ പാസ് ചെയ്ത് പോകുന്ന വാട്ടറിൻ്റെ ഡിസ്ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. Q1 ആയിരിക്കും ആദ്യത്തെ ലെയറിൽ, Q2 ആണ് രണ്ടാമത്തെ ലെയറിൽ, മൂന്നാമത്തെ ലെയറിൽ എങ്ങനെയാണ് Q3. അങ്ങനെ 3 ലെയറിലും ഡിഫറെൻറ്റ് ഡിസ്ചാർജ് ആയിരിക്കും പാസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ ലെയറിലെയും ഉള്ള ഡിസ്ചാർജുകളുടെ സമ്മായിരിക്കും. ദാറ്റ് ഈസ് Q will be equal to Q1 plus Q2 plus Q3. Therefore ആവറേജ്, അങ്ങനെ ഫ്ലോ പാരലൽ ആണ് എങ്കിൽ അവിടുത്തെ പെർമിയബിലിറ്റീനെ നമ്മൾ ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയും. അതാണ് KH. KH എങ്ങനെയാണ് കാണണേ, K1H1 പ്ലസ് K2H2 പ്ലസ് K3H3 ഡിവൈഡഡ് ബൈ H1 പ്ലസ് H2 പ്ലസ് H3. അങ്ങനെ എത്ര ലെയേഴ്സ് ഉണ്ടെങ്കിലും ഫ്ലോ പാരലൽ ആണ് എങ്കിൽ ഹൊറിസോണ്ടൽ കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആവറേജ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ ഡിപ്പോസിറ്റ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ ലെയറിലും ഉള്ള പെർമിയബിലിറ്റിയുടെ വാല്യൂസ്, സോയിലിൻ്റെ പെർമിയബിലിറ്റിയുടെ വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റിയുടെ വാല്യൂ ഇൻറ്റു ഹൈറ്റ്, ഓരോ ലെയറിനെയും സം ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി സോയിൽ മാസ്. ഇതായിരിക്കും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആവറേജ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, ഇത് വെച്ച് പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. ഇനിയുള്ളത് ഫ്ലോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ. ഫ്ലോ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഓരോ ലെയറിൽ കൂടെയും എന്താണ്, ഫ്ലോ പെർപെൻഡിക്കുലർ ആണ്. അതായത് മുകളിൽ നിന്നാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങനെ ടോപ്പിൽ നിന്ന് താഴേക്കാണ് ഫ്ലോ വരുന്നത്. അപ്പം 3 ലെയർ ഇതുപോലെ തന്നെ. അപ്പം 3 ലെയറും ഡിസ്ചാർജ് എങ്ങനെയായിരിക്കും, സെയിം ഡിസ്ചാർജ് ആയിരിക്കും. കാരണം വെർട്ടിക്കലായിട്ടല്ലേ ഡിസ്ചാർജ് വരുന്നത്. അപ്പം ആദ്യത്തെ ലെയറിൽ എത്ര ഡിസ്ചാർജ് ഉണ്ടോ അത്രയും ഡിസ്ചാർജ് തന്നെയാണ് രണ്ടാമത്തെ ലെയറിൽ വരുള്ളൂ. അത്രയും ഡിസ്ചാർജ് തന്നെയാണ് എന്ത്, മൂന്നാമത്തെ ലെയറിലും വരുള്ളൂ. അപ്പോൾ Q എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, എല്ലാ ലെയറിലും
സെയിം ആയിരിക്കും. ഡിസ്ചാർജ് ഈസ് സെയിം ഇൻ ഓൾ ലെയേഴ്സ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡിസ്ചാർജ് സെയിം ആയിരിക്കും. അപ്പം ആവറേജ് കോഎഫിഷ്യൻ്റ് ഓഫ് ആവറേജ് പെർമിയബിലിറ്റി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്നായിരിക്കും അതിന് പറയുക. അത് കാണാനുള്ള ഇക്വേഷൻ H1 പ്ലസ് H2 പ്ലസ് H3 ഹോൾ ഡിവൈഡഡ് ബൈ H1 ബൈ K1 പ്ലസ് H2 ബൈ K2 പ്ലസ് H3 ബൈ K3. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും വെർട്ടിക്കൽ ഡയറക്ഷനിലെ ആവറേജ് പെർമിയബിലിറ്റി കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മളിങ്ങനെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിയബിലിറ്റി കണ്ടുപിടിക്കും സ്ട്രാറ്റിഫൈഡ് ലെയർ ആണെങ്കിൽ. അത് എങ്ങനെയാണ് ഫ്ലോ വരുന്നതെന്ന് നോക്കിയിട്ട്. അപ്പം എപ്പോൾ ചെയ്യുമ്പോഴും എന്തായിരിക്കും ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി കോഎഫിഷ്യൻ്റ് എപ്പോഴും വെർട്ടിക്കൽ പെർമിയബിലിറ്റി കോഎഫിഷ്യൻറ്റിനേക്കാളും കൂടുതലായിരിക്കും. KH വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ KV ആയിരിക്കും. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. KH KV എപ്പോഴും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി ഇതിനകത്ത് ചോദിക്കുന്ന പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഇതാണ്. റേഷ്യോ ഓഫ് ആവറേജ് വെർട്ടിക്കൽ permeability to horizontal permeability. നമ്മളോട് ഈ ക്വസ്റ്റ്യൻ തന്നിട്ട് ഹൊറിസോണ്ടൽ ആവറേജ് പെർമിയബിലിറ്റിയും ആവറേജ് വെർട്ടിക്കൽ പെർമിയബിലിറ്റിയും കാണാൻ പറയും. പിന്നെ അതിനകത്ത് ചോദിച്ച് കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ആവറേജ് വെർട്ടിക്കൽ പെർമിയബിലിറ്റി ടു ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി. അപ്പോൾ എന്ത് ചെയ്യണം? KV/KH കാണണം. ഇനി നേരെ തിരിച്ചാണ് ചോദിച്ചേക്കണേ, ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ എന്നാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണം? KH/KV കാണണം. അങ്ങനെയാണ് റേഷ്യോ ഓഫ് ആവറേജ് വെർട്ടിക്കൽ പെർമിയബിലിറ്റി ടു ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി എന്ന് പറയാറുള്ളത്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പെർമിയബിലിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി ഒരു 3 പ്രോബ്ലം ഉണ്ട്. ആ 3 പ്രോബ്ലമോട് ചെയ്യിച്ചിട്ട് ഞാൻ 3 ഉണ്ടോ ഇതിനകത്ത്? ഓക്കെ, 3 പ്രോബ്ലം ഉണ്ട്. ആ 3 പ്രോബ്ലമോട് ചെയ്യിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ വേഗം ഈ ക്വസ്റ്റ്യൻ എഴുതാമോ? ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Determine the average coefficient of permeability in horizontal and vertical direction for a deposit consisting of 3 layers of thickness 5 meter, 1 meter and 2.5 meter and having coefficient of permeability 3 into 10 raised to minus 2 millimeter per second, 3 into 10 raised to minus 5 millimeter per second, 4 into 10 raised to minus 2 millimeter per second respectively.
ക്വസ്റ്റ്യൻ എഴുതിയോ? ഹലോ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. 5 മീറ്ററും ഇതാണ്. ഒരു ഫിഗർ പോലെ റെപ്രസെൻറ്റ് ചെയ്ത് കാണണം. നിങ്ങൾക്ക് വരച്ചാലാണ് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അങ്ങനെ ചെയ്യാം. ആദ്യത്തെ ലെയറിലെ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 × 10⁻² മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തത് K2 എന്ന് പറയുന്നത് 3 × 10⁻5 മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. മൂന്നാമത്തെ ലെയർ K3 എന്ന് പറയുന്നത് 4 × 10⁻² മില്ലിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓരോ ലെയറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ലെയറിൻ്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്. നെക്സ്റ്റ് ലെയർ 1 മീറ്റർ ആണ്. ദെൻ അടുത്ത ലെയർ എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് KH കണ്ടുപിടിക്കണം, KVയും കണ്ടുപിടിക്കണം. സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് ആദ്യം ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യണം? KH കണ്ടുപിടിക്കാം. KH എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി ആണ്. KH കാണാനുള്ള ഇക്വേഷൻ എന്താണ്? K1H1 പ്ലസ് K2H2 പ്ലസ് K3H3. 3 ലെയർ ഉള്ളതുകൊണ്ട് K1H1 പ്ലസ് K2H2 പ്ലസ് K3H3 ഹോൾ ഡിവൈഡഡ് ബൈ H1 പ്ലസ് H2 പ്ലസ് H3 ആയിരിക്കും. ഇതിൽ K1ൻ്റെ വാല്യൂ മില്ലിമീറ്റർ പെർ സെക്കൻഡിലും ആണ്, ഹൈറ്റ് തന്നിരിക്കുന്ന മീറ്ററിലും ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈറ്റിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിൽ തെറ്റ് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേഗം ആൻസർ പറയാമോ? യൂണിറ്റ് സെയിം ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം.
ഹൈറ്റ് യൂണിറ്റ് മില്ലിമീറ്ററിലാക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. കിട്ടിയോ ആൻസർ? 0.0625 ആണ്. നോട്ട് 6 ആണ് കേട്ടോ, 0.029 ആണ്. അതാ പറഞ്ഞേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴും നോക്കി അടിച്ചു കൊടുക്കുക. മീറ്ററിനെ മില്ലിമീറ്ററിലാക്കുകയും വേണം. ഇതാണ് ആൻസർ, 0.0294. എന്തോ ആർക്കും കിട്ടിയില്ല? കിട്ടി മിസ്സേ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? വേർട്ടിക്കൽ പെർമിയബിലിറ്റി ആണ്. ഓക്കെ, വേർട്ടിക്കൽ പെർമിയബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? KV ആണ് വെർട്ടിക്കൽ പെർമിയബിലിറ്റി. അത് കാണാനുള്ള ഇക്വേഷൻ H1 പ്ലസ് H2 പ്ലസ് H3 ഹോൾ ഡിവൈഡഡ് ബൈ, താഴെയുണ്ട്, H1 ബൈ K1 പ്ലസ് H2 ബൈ K2 പ്ലസ് H3 ബൈ K3. ഇതായിരിക്കും വേർട്ടിക്കൽ പെർമിയബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എത്രയാണ് വേർട്ടിക്കൽ പെർമിയബിലിറ്റി കിട്ടണേന്ന് നോക്കാം. വെർട്ടിക്കൽ പെർമിയബിലിറ്റി ആൻസർ കിട്ടണ എത്രയാണെന്ന് പറയാം.
കിട്ടിയ ആൻസറാ? സൂക്ഷിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ, നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാനുള്ള മേഘ മെത്തേഡ് അതാണ്. കെ എച്ച് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കെ വി ആയിരിക്കും. ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി വെർട്ടിക്കൽ പെർമിയബിലിറ്റിയേക്കാളും കൂടുതലായിരിക്കും. കിട്ടിയ 8.854 into 10 raised to minus 5 ആണ്. എത്രയാ? 8.854 into 10 raised to minus 5 ആണ്. അല്ലല്ലോ, ഇല്ല അല്ലേ? 2.53 into 10 raised to minus 4. 2.53 into 10 raised to minus 4 കറക്റ്റ് ആണ്. 2.53 into 10 raised to minus 4 അതാണ് ആൻസർ. പിന്നെ റേഷ്യോ ചോദിച്ചാൽ നിങ്ങൾ താഴെ വേണേൽ നോട്ടായിട്ട് എഴുതിക്കോ. ഇതിന് ഇനി ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ക്വസ്റ്റ്യൻ, ഈ ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇത് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ. റേഷ്യോ ഓഫ് ഒന്നെങ്കിൽ കെ എച്ച് ബൈ കെ വി ഓർ കെ വി ബൈ കെ എച്ച്, ഇതിലേതെങ്കിലും റേഷ്യോ ചോദിക്കും. അപ്പോൾ ഈ കിട്ടി കഴിക്കണ എന്താണ്, വാല്യൂസ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് ആ റേഷ്യോ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ വേണേൽ നോട്ടായിട്ട് അത് എഴുതി വെച്ചു. ഇതിനകത്ത് ഇനി മാക്സിമം ചോദിക്കാവുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ ഈ റേഷ്യോ ആണ്. ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ റേഷ്യോ കാണാനായിട്ട്. ഇതുപോലെ 3 എണ്ണം തരും, വാല്യൂസ് തന്നതിന് ശേഷം കെ എച്ചും കെ വിയും കാണാം, ദെൻ റേഷ്യോ കാണാൻ ചോദിക്കും. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടു വെലോസിറ്റി ആണെങ്കിൽ അങ്ങനെ കാണാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ടു ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആ രീതിയിൽ കാണാം. വെർട്ടിക്കൽ ടു ഹൊറിസോണ്ടൽ ആണ് ചോദിച്ചേക്കുന്നതെന്നുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ, ഇനി ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, പെട്ടെന്ന് ചെയ്താൽ വേഗം നിർത്താം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടം വരെ എഴുതി കഴിയുമ്പോൾ പറയോ, താഴേക്ക് കാണിക്കാവേ. ഡീറ്റെയിൽസ് തീർന്നില്ല, നോക്കട്ടെ ഒറ്റ സ്ക്രീനിലാകുമ്പോൾ നിങ്ങൾക്ക് കാണാമോ? ആ ഓക്കെ, ഇപ്പം കാണാമോ? ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് കാണാമോ? ഈ ക്വസ്റ്റ്യൻ, in a constant head permeameter test the following observations were taken. ടോപ്പ് കാണാം. Okay. Distance between piezometer tapping 100 mm, difference between water level in the piezometer 60 mm, diameter of the test sample 100 mm, quantity of water collected 350 ml, duration of the test 270 seconds. Determine coefficient of permeability. ഇച്ചിരി ടോപ്പിലേക്ക് പോവാം. ടെസ്റ്റ് if following observations. താഴേക്ക് കാണിക്കട്ടെ?
ക്വസ്റ്റ്യൻ എഴുതി കഴിയും പറയണം. കഴിഞ്ഞു മിസ്. ഓക്കെ, ഇത് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ രണ്ട് മെത്തേഡ് പഠിച്ചായിരുന്നു, ഒന്ന് കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡും ഒന്ന് വേരിയബിൾ ഹെഡ് മെത്തേഡും. അപ്പം ഇതിൽ ഏത് മെത്തേഡിലുള്ള വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്? ഏത് മെത്തേഡിലാണ് ഈ ചെയ്തേക്കണേ? കോൺസ്റ്റന്റ് മെത്തേഡ്. കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കെ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കെ എന്ന് പറയുന്നത് Q ഇൻറ്റു എൽ ബൈ എ എച്ച് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, Q ഇൻറ്റു എൽ ബൈ എ എച്ച് ആണ്. ഇതിൽ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ടോ? ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? എത്രത്തോളം ഡിസ്ചാർജ് ആണ് ആ സോയിലൂടെ പാസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ക്വാണ്ടിറ്റി കളക്റ്റഡ് 350 എഴുതിയിട്ടില്ലേ? കളക്റ്റഡ് ആണത്, ക്വാണ്ടിറ്റി കളക്ട് ചെയ്തത് എഴുതിയിട്ടുണ്ട്. അതെന്താ ശരിക്കും? വോളിയാണ്. എത്ര വോളിയം നമുക്ക് അതിനകത്തൂടെ ഡിസ്ചാർജ് ചെയ്ത് താഴെ നമ്മൾ ജാറിൽ കളക്ട് ചെയ്തു, ആ വോളിയാണ് തന്നേക്കണേ. വോളിയം കിട്ടിയാൽ നമുക്ക് എങ്ങനെ ഡിസ്ചാർജ് കാണാം? വോളിയം ബൈ സമയം. വോളിയം ബൈ ടൈം. അത് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. എത്ര കിട്ടണേന്ന് നോക്കിയേ. ഡിസ്ചാർജ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വോളിയം തന്നിട്ടുണ്ടാവും, ടൈമും തന്നിട്ടുണ്ടാവും. അപ്പോൾ വോളിയം ബൈ ടൈം ചെയ്താൽ നമുക്ക് എത്രത്തോളം ഡിസ്ചാർജ് ആ സോയിലൂടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാം. എത്ര കിട്ടണേ? 350 ബൈ 270 അല്ലേ? 350 സെക്കൻഡ് മതി, ml മതി, കുഴപ്പമില്ല. അപ്പൊ മില്ലി ലിറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും, അത് മതി. 350 ബൈ 270 എത്രയാ? 1.296 മില്ലി ലിറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് L ആണ്. ഇതിനകത്ത് എന്താ L എന്ന് പറഞ്ഞാ? ലെങ്ത് ഓഫ് ദി സ്പെസിമെൻ ആണ്. ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതാണ് സ്പെസിമെന്റെ ലെങ്ത്. L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി സോയിൽ സ്പെസിമെൻ. ഓക്കെ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഏതാണ് ലെങ്ത് പറയാമോ? നമുക്ക് കുറച്ച് ഡേറ്റാസ് ഒക്കെ തന്നു, അതിൽ ലെങ്ത് ഏതാണ്? സോയിൽ സ്പെസിമെന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? Distance between piezometer tapping. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീസോമീറ്റർ ടാപ്പിംഗ്, അതാണ് ലെങ്ത്. കാരണം നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ചു തരാം. ഓക്കെ, ഈ ഫിഗർ ഉണ്ടോ?
സോയിൽ സ്പെസിമെൻ്റെ ലെങ്ത് എന്നും പറഞ്ഞ് നമ്മൾ ആക്ച്വലി മാർക്ക് ചെയ്യുന്നത് ഈ ലെങ്ത് ആണ്. 2 ഡിസ്കിന് പോറസ് ഡിസ്കിന് ഇടയിലുള്ള ലെങ്ത് ആണ്. സപ്പോസ് നമുക്ക് ആ ലെങ്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ 2 പീസോമീറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ പീസോമീറ്ററിന്റെ ഇടയിലുള്ള ലെങ്ത് സോയിൽ സ്പെസിമെൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക. അങ്ങനെയാണ് കുറവാണല്ലോ. എന്തോ അത് കുറവായിരിക്കും. പീസോമീറ്റർ എന്ന് പറയുന്നത് അത് ഫിഗറിൽ കാണിച്ചേക്കണമെന്നേ ഉള്ളൂ. ശരിക്കും നമുക്ക് പീസോമീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഈ ടോപ്പ് പോർഷൻ ഈ പോറസിന്റെ തൊട്ട് താഴെ നിന്ന് തന്നെയാണ് കണക്ട് ചെയ്യണം. ഏകദേശം ഒരു ഇത്തിരി ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പം നമുക്ക് നിലവിൽ അറിയുള്ളൂ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സോയിൽ സ്പെസിമെൻ്റെ ലെങ്ത് ആയിട്ട് അസ്യൂം ചെയ്യും. അങ്ങനെയാണ് ചെയ്യണത്. അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി സോയിൽ സ്പെസിമെൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് എടുക്കും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീസോമീറ്റർ ടാപ്പിംഗ് എന്ന് പറയുന്നത് സോയിൽ സ്പെസിമെൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 100 mm. സെൻറ്റിമീറ്ററിൽ വേണം കൊടുക്കുക, 10 സെൻറ്റിമീറ്റർ. കാരണം കെയുടെ വാല്യൂ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യാറ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മില്ലിമീറ്റർ പെർ സെക്കൻഡ്, ഏത് രീതിയിൽ വേണേലും ചെയ്യാം. ഇപ്പം മില്ലിമീറ്റർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, സെൻറ്റിമീറ്ററിലാണേലും കുഴപ്പമില്ല. ഞാൻ ഈ നോട്ടിൽ ഇതിനകത്ത് ചെയ്തേക്കണ സെൻറ്റിമീറ്ററിലാക്കിയിട്ട്, അതുകൊണ്ടാണ് സെൻറ്റിമീറ്ററിലാക്കിയത്. ഇനി നമുക്ക് വേണ്ടത് എച്ച് ആണ്. എച്ച് എന്താണ്? ഹെഡാണ്. ടോപ്പിലെ ടാങ്കിലെ വാട്ടറിൻ്റെ ഇത് തൊട്ട് എന്താണ് താഴെ വരെയുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ഹെഡ് ലെവൽ ഇൻ ദി, നമുക്ക് വാട്ടറിലൂടെ സോയിലിലൂടെ വാട്ടർ പാസ് ചെയ്യുമ്പോൾ ഉള്ള ഹെഡ് ലെവൽ, ആ ഹെഡ് ലെവലാണ് എച്ച് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ലെവൽ ഡിഫറൻസ്, അതാണ് എച്ച് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എച്ച് എത്ര തന്നിരിക്കുന്നത്? എല്ലാം പീസോമീറ്ററിൻ്റെ റീഡിങ്സ് തന്നേക്കണം. അപ്പം ഡിഫറൻസ് ഓഫ് വാട്ടർ ലെവൽ ഇൻ പീസോമീറ്റർ, അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ഹെഡായിട്ട് എടുക്കേണ്ടത്. വാട്ടറിൻ്റെ ലെവൽ ഡിഫറൻസ് അതിനെയാണ് ഹെഡ് എന്ന് പറയുക. അത് 60 mm ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഏരിയ ആണ്. ഏരിയ നമുക്ക് എങ്ങനെ കാണാം? സോയിൽ സാമ്പിളിൻ്റെ ഏരിയ ആണ്. ഏരിയ എങ്ങനെ കാണാൻ പറ്റും? ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ π/4 d² വിച്ച് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു 10². സെൻറ്റിമീറ്ററിലാക്കിയെന്നേ ഉള്ളൂ. എല്ലാ വാല്യൂസും കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാം ഇടുന്നത് ഒരേ യൂണിറ്റിലായിരുന്നാൽ മാത്രം മതി. Q into L/AH 1.296 into 10 into π/4 10² into 6.
കിട്ടിയ ആൻസറാ? .0275 0.0275 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. ഒന്നിനും എഴുതുമ്പോൾ യൂണിറ്റ് എഴുതാം. 0.0275 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയി. ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ സെക്കൻഡ് മൊഡ്യൂൾ തീർന്നു. ഇതിനകത്ത് ആകെ പെൻഡിങ് വിട്ടേക്കണ ഒരെണ്ണേ ഉള്ളൂ. ആ സോയിൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതിൽ അതിൻ്റെ ഒരു പ്രോബ്ലം, പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരയ്ക്കാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനി ക്ലാസ് സമയം കിട്ടണ പോലെ, മീൻസ് പോർഷൻസ് എല്ലാം തീർന്ന് എക്സ്ട്രാ ഒരു ക്ലാസ് കിട്ടുകയാണെങ്കിൽ ആ ടൈമിൽ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൻ്റെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ടൈം പോലെ നോക്കട്ടെ, എടുക്കാതെ വിടില്ല. എപ്പോഴേലും ടൈം കിട്ടണ അനുസരിച്ച് അത് പറഞ്ഞുതരാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും കൂടെ എഴുതിയാൽ വേഗം തീർക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു തരാം. In the following head permeability test was conducted on a soil sample of 4 cm dia and 18 cm length. The headfall from 1 meter to 0.4 meter is in 20 minutes if the cross-sectional area of the standpipe was 1 centimeter square. Determine coefficient of permeability. ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതിയോ? ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റ് ആണ്. ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫോളിംഗ് ഹെഡ് പെർമിയബിലിറ്റി ടെസ്റ്റിൽ സോയിൽ സാമ്പിൾ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആണ്, ലെങ്ത്ത് 18 സെൻറ്റിമീറ്റർ ആണ്. ദെൻ എന്താണ് ഹെഡ് ഫോള് 1 മീറ്ററിന് 4 മീറ്റർ വരെ വാട്ടർ ഫ്ലോ ചെയ്യാൻ എടുത്ത ടൈം 20 മിനിറ്റ്സ് ആണ്. അതിന് യൂസ് ചെയ്ത സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫോളിംഗ് ഹെഡ് മെത്തേഡിൽ K is equal to 2.303 small letter a into L by capital letter A into T log 10 to the base H1 by H2. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. അപ്പം
ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ സ്മോൾ ലെറ്റർ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് ഇൻസ്ട്രുമെന്റ് സെറ്റപ്പ്. ഇതിലേക്ക് കാണിച്ചിരിക്കുന്നതാണ് സ്റ്റാൻഡ് പൈപ്പ്. ഇതിൻ്റെ ഏരിയ ആണ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത്. എൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്, സോയിൽ സ്പെസിമെൻ്റെ ലെങ്ത് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. H1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലുള്ള ഹെഡ്, H2 എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് പൈപ്പിലൂടെ ഒരു നിശ്ചിത സമയം വെള്ളം ഫ്ലോ ചെയ്യാൻ അനുവദിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഫൈനൽ ഹൈറ്റ് ആണ് H2 എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ സോയിൽ സാമ്പിളിൻ്റെ ഏരിയ, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം ഇത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി സ്റ്റാൻഡ് പൈപ്പ്. സ്റ്റാൻഡ് പൈപ്പാണ് സ്മോൾ ലെറ്റർ എ. അത് തന്നിട്ടുണ്ട് 1 cm². ഇനി ലെങ്ത് തന്നിട്ടുണ്ട്, സ്പെസിമെൻ്റെ ലെങ്ത് എത്രയാണ്, 18 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ടൈം തന്നിട്ടുണ്ട്, എത്ര ടൈമാണ് വിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 മിനിറ്റ് ആണ്, അതിനെ സെക്കൻഡിലാക്കണം. 20 × 60. ടൈം എപ്പോഴും സെക്കൻഡിലാണ് പെർമിയബിലിറ്റിയിൽ എഴുതാൻ പാടുള്ളൂ. ദെൻ ഇനി എന്താണ്, ഏരിയ കണ്ടുപിടിക്കണം സോയിൽ സാമ്പിളിൻ്റെ. എ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, ഡയമീറ്റർ തന്നിട്ടുണ്ട് π/4 d² വിച്ച് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു എത്ര ഡയമീറ്റർ, 4 cm ആയിരുന്നു. ദെൻ ഇനി എന്താ തന്നേക്കണേ, ഇപ്പം എല്ലാം ആയില്ലേ, എ ആയി, എൽ ആയി, ടി ആയി, ഇതായി. ഇനി തന്നേക്കണേ എന്താണ്, ഹൈറ്റ് ആണ്. ഇനീഷ്യലുള്ള ഹൈറ്റ് H1 തന്നിട്ടുണ്ട് എത്രയാണ്, 1 മീറ്റർ ആണെന്നും H2 എന്ന് പറയുന്നത് 0.4 മീറ്റർ ആണെന്നും. അതെല്ലാം എന്താണ്, ഇവിടെ എല്ലാം സെൻറ്റിമീറ്ററിലാണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, അല്ല എങ്കിൽ യൂണിറ്റ് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം H1/H2 എന്നാണ് വരിക. ഓക്കെ, ലോഗ് 10⁻⁻⁻H1/H2 ആണ്. അപ്പോൾ യൂണിറ്റ് എന്തായാലും ഈ വാല്യൂ എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പം യൂണിറ്റ് മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസർ പറയാം. ഇതാണ് ഇക്വേഷൻ, എല്ലാ വാല്യൂസും അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫിക്സഡ് കോൺസ്റ്റന്റ് ഹെഡും മറ്റേ വേരിയബിൾ ഹെഡും അതിന്റെ ആ പടം വരച്ച് ചെയ്യാനുള്ളത് ചോദിക്കുമോ? പ്രൊസീജിയറാണ് ഉദ്ദേശിച്ചത്. അത് ചോദിക്കുമോ? പ്രൊസീജിയറായിട്ട് ചോദിച്ച് കണ്ടതായിട്ട് ഞാൻ ഓർക്കണില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരാം നിങ്ങൾക്ക്. എൻ്റെ ഓർമ്മയിൽ പ്രൊസീജിയർ ചോദിച്ചിട്ടില്ല. പെർമിയബിലിറ്റിയുടെ പ്രോബ്ലം ആണ് മോസ്റ്റ് പ്രോബ്ലി ചോദിക്കുമ്പോൾ കണ്ടേക്കണേ. ഇനി ആ ചോദിച്ച് കണ്ടേക്കണ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ആ ഹൊറിസോണ്ടൽ പെർമിയബിലിറ്റി വെർട്ടിക്കൽ പെർമിയബിലിറ്റി റേഷ്യോ അത് കാണാനൊരു ക്വസ്റ്റ്യൻ. പിന്നെ അല്ലെങ്കിൽ ചോദിച്ചേക്കണ ഈ രണ്ടും കോൺസ്റ്റന്റ് ഹെഡും ഫോളിങ് ഹെഡും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ കോൺസ്റ്റന്റ് ഹെഡിൽ ഒരു പെർമിയബിലിറ്റി കിട്ടി, അതേ പെർമിയബിലിറ്റിയുടെ വാല്യൂ ആണ് ഫോളിങ് ഹെഡിൽ. അങ്ങനെയാണെങ്കിൽ
ആ ഫോളിംഗ് ഹെഡിൽ യൂസ് ചെയ്ത സ്റ്റാൻഡ് പൈപ്പിൻ്റെ ഏരിയ. അപ്പം അങ്ങനെ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടേക്കണം. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഈ പെർമിയബിലിറ്റിയിലൊന്നും ചോദിച്ചിട്ടില്ല നിലവിൽ. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ചോദിച്ചേക്കുന്നത്. സിമ്പിളാണ്, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനിൽ ഈ മോഡ്യൂളിലെ ഗ്രാഫ് വരയ്ക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഗ്രാഫ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദിക്കില്ല എന്നും ഞാൻ ഓർക്കല്ല. ഗ്രാഫ് ചോദിച്ചിട്ടുണ്ടോന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരാം. ഓക്കെ, ഗ്രാഫ് ചോദിച്ചാൽ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. പോയിന്റ് 1.093 into 10⁻³ ഇട്ടേക്കണ യൂണിറ്റ് ഒക്കെ സെയിം അല്ലേ നോക്കാം. ഈ ലോഗ് എങ്ങനെ അപ്ലൈ ചെയ്തത്? സിംപ്ലി ലോഗ് അല്ലേ? അതിന്റെ പവർ സിമ്പിൾ ലോഗ് ആയിരിക്കണം. ലോഗ് 10 to the base. ബേസ് 10 ആണ്. അപ്പൊ ലോഗ് 10 ആണെങ്കിൽ കാൽക്കുലേറ്റർ സിംപ്ലി ലോഗ് എന്നുള്ളതേ കൊടുക്കാവുള്ളൂ. അല്ല ലോഗ് ടു ദ ബേസ് ഇ എന്നാണ് പറഞ്ഞേക്കണേ, ഈ 10ന് പകരം ഇ എന്നാണ് പറഞ്ഞേക്കണമെങ്കിൽ അവിടെ നമ്മൾ കാൽക്കുലേറ്റർ LN എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. എവിടെയെങ്കിലും വാല്യൂ അടിച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 1.093 ആണ്. കിട്ടിയ ആൻസർ 1.093. ഓക്കെ, ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂള്. അപ്പം സെക്കൻഡ് മൊഡ്യൂള് കുറേ ഉണ്ട്. തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പറ്റണ പോലെയൊക്കെ പഠിക്കുക. യൂണിവേഴ്സിറ്റി എക്സാം ആകുമ്പോഴേക്കും പാസ്സാവാനുള്ള എങ്ങനെ പഠിക്കാം അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു. കുറച്ച് സ്പീഡായി എന്നറിയാം ലാസ്റ്റ്, വേറൊരു രക്ഷയില്ലാത്തോണ്ടാണ്. വെരി സോറി. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഞാൻ ഇടണ ക്വസ്റ്റ്യൻ പേപ്പർ, ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, നീ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, ക്വസ്റ്റ്യൻ ഇടാൻ പോകണല്ലോ. ഇന്ന് പോർഷൻ തീർന്നിട്ട് വേണം ഇടാനായിട്ട്. ഓക്കെ.